മനസ്സുകളെ യാഗമിതാ യാഗമിതാ. ഉണരൂ ഉണരൂ ജനതകളെ യാഗമിതാ യാഗമിതാ. ഇതാണു രക്ഷാമാർഗം, ഇതാണു മോചന നിമിഷം. ഒരുമയോടി ബലിയേകാൻ അണയൂ ദിവ്യദിനത്തിൽ. സമയമിതാ മനസ്സൊരുക്കൂ നന്ദിയുടെ നാഥനെ വാഴ്ത്താം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പെസഹ കാലത്തിലെ 5-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 5-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭയിലൂടെ നമുക്ക് നൽകുന്ന വലിയ പാഠം ഇന്നത്തെ 1-ാമത്തെ വായനയിൽ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. സാവോൾ വിശുദ്ധ പൗലോസായി മാറിയതുപോലെ ജീവിതത്തിൽ ക്രിസ്തീയ അനുഭവത്തിലൂടെ മാനസാന്തരവും അതിലൂടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി നാം ഓരോരുത്തരും മാറണമെന്നുള്ളതാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും ആ മനസ്താപത്തിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ ഇടപെടലും അനുഭവിച്ചറിഞ്ഞ് പുതുസൃഷ്ടിയായി ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം ഈ വിശുദ്ധ ബലിയും ഏറ്റവും യോഗ്യതയോടുകൂടെ അർപ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹി മൈകിതാ നന്ദി ചൊല്ലുന്നിവ താഴ്മയായി. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ.
സർവശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിബന്ധാവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിബന്ധാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ എന്നും പെസഹ രഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്ഥാനത്താൽ നവീകൃതരാകുവാൻ അങ്ങ് ഇടയാക്കിയ ഇവർ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്തിന് കീഴിൽ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. അക്കാലത്ത് ജെറുസലേമിൽ എത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ സാവൂൾ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവരെ ഭയമായിരുന്നു. കാരണം അവനൊരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ബർന്നബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർന്നബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോടും അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും.
മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരികുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. മഹാസഭയിൽ ഞാൻ അങ്ങേ പുകഴ്ത്തും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുപോലെ നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നതിനും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നിൽ വസിക്കുവിൻ, എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുവൻ എന്നിൽ വസിക്കുന്നെങ്കിൽ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അത് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത് യേശുനാഥൻ ഇപ്രകാരം പറയുന്നു, ഞാൻ മുന്തിരി ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളും ആണ് എന്നും അതുപോലെ പിതാവാണ് കൃഷിക്കാരനെന്നും. പ്രിയപ്പെട്ടവരെ, വളരെ കൂടുതലായി കേട്ട വചനഭാഗങ്ങളിൽ ഒന്നാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖകളുമാണ് എന്ന
സുവിശേഷ ഭാഗം. ഇവിടെ യേശുനാഥൻ പറയുന്നത്, പിതാവ് കൃഷിക്കാരനായത് മൂലം അവനിൽ ഞാനും ഞാൻ അവനിലും വസിക്കുന്നു. ഒപ്പം തന്നെ എന്നോടൊപ്പം വസിക്കുന്നവൻ അല്ലെങ്കിൽ എന്നിൽ വസിക്കുന്നവൻ ഞാൻ അവനിലും വസിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ഭാഗം കർത്താവിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം, പെസഹ തിരുനാളിൽ യേശുനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിച്ച സുവിശേഷ ഭാഗമാണ് ഇത്. ആദ്യം അവിടുന്ന് ഇപ്രകാരം പറയുന്നു, ഞാൻ എന്തെല്ലാം ചെയ്താലും ഞാൻ എന്തെല്ലാം പറയുന്നതും ഇതെല്ലാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഞാൻ പിതാവിൽ നിന്നും ഉള്ളതായതുകൊണ്ടാണ് എന്ന്. ആയതിനാൽ നിങ്ങൾ പിതാവിലും വസിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നിലൂടെ എന്നെ അയച്ചവനായ പിതാവിങ്കിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥവത്വത്തിലേക്ക് കടന്നു വരിക നാം എല്ലാവരും എളിമയോടുകൂടെ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം എളിമയോടുകൂടെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങളായി നാം ഓരോരുത്തരും മാറണമെന്ന്. തീർച്ചയായിട്ടും തായ്തണ്ട് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ആ ശാഖകൾ മാത്രമേ ഫലം തരികയുള്ളൂ. അപ്പോൾ ഈ ശിഖരങ്ങൾ എളിമയോടുകൂടെ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ മുറിച്ച് കളയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൂടുതൽ ഫലം തരുന്നതായാലും അല്ലാത്ത ശിഖരങ്ങളായാലും ഇത് രണ്ടിനും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള ഒരു കട്ടിങ് ആണ്. അല്ലെങ്കിൽ ഒരു മുറിച്ച് അകറ്റുന്ന ഒരു മുറിവ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. നന്നായിട്ട് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായിട്ടുള്ള ഒരു വെട്ടിയൊരുക്കലാണ്. ഇനി ഫലം തരാത്തതിനെ വെട്ടിക്കളയുന്നതുമാണ്. വെട്ടൽ രണ്ടിലും സംഭവിക്കുന്നു. ഒന്ന് കൂടുതൽ ഫലം തരുവാനായി, മറ്റൊന്ന് വെട്ടിക്കളയുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സൂചിപ്പിക്കുന്നതായിരിക്കാം. മരണം എല്ലാവർക്കുമുണ്ട്. എന്നാൽ നിത്യജീവൻ എന്ന് പറയുന്നത് നീ ഈ ലോകത്തിൽ ജീവിച്ചതിനേക്കാളും മെച്ചമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ഒരു വെട്ടലാണത്. എന്നാൽ ഈ ഭൂമിയിൽ കൂടുതൽ ഫലം തരാതെ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാതെ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ ഉള്ളൊരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്ന വെട്ടൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാതിരിക്കുന്ന ഒരു വെട്ടലാണ്. കാരണം ഇവിടെ എളിമയോടുകൂടെ ജീവിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, എളിമയോടുകൂടെ ഈ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ഫലം തരുന്നു. ഇനി ഈ എളിമയില്ലാതെ അഹങ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തായ്തണ്ടിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു ചിന്തയിൽ തനിക്ക് ഒറ്റയ്ക്ക് ഫലം തരുവാനായിട്ട് സാധിക്കുമെന്ന് ഏതെങ്കിലും ശിഖരങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക? ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഫലം തരികയില്ല. ഒരുപക്ഷെ ആ വെട്ടി അകറ്റുന്ന ഒരു പ്രതിഭാസം കടന്നു വരുന്നു. അപ്പോൾ ആ ശിഖരത്തിന് ഒറ്റയ്ക്ക് മാറി നിൽക്കുമ്പോൾ ഫലം തരുവാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് ഉണങ്ങിപ്പോകുന്നു. ഇനി ഉണങ്ങിപ്പോകുമ്പോൾ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഈ ഉണങ്ങിയ ഈ ശിഖരത്തെ തീയിലേക്ക് എറിയപ്പെടുന്നു, എരിച്ചു കളയുന്നു, കത്തിച്ചു കളയുന്നു. നരകം എന്ന് പറയുന്ന സങ്കല്പവും അത് തന്നെയല്ലേ? ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നൽകുന്ന ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത് എളിമയോടെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. അതുതന്നെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും നമുക്ക് കാണുന്നത്. അപ്രകാരം തന്നെയല്ലേ? കാരണം സാവൂൾ എന്താണ്? സാവൂൾ ചിന്തിച്ചതാണ് ശരിയെന്ന് കരുതിക്കൊണ്ട് അവൻ ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ജനത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ ബുദ്ധി അതായിരുന്നു. അവൻ ചിന്തിക്കുമ്പോൾ അവന് ശരിയായി തോന്നിയത് അതായിരുന്നു. പക്ഷേ ക്രിസ്തീയ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ
പിന്നീട് അവൻ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നവനായി മാറുന്നു. ക്രിസ്തുവിൻ്റെ മൂല്യത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അവന് സാധിക്കുന്നു. വീണ്ടും ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ തന്നെ നമുക്ക് കാണുന്നത് അവനെ ശിക്ഷഗണത്തിലേക്ക് ചേർക്കുവാനായി, അപ്പോസ്തല ഗണത്തിലേക്ക് ചേർക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ശിക്ഷഗണം മടിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം അവൻ ക്രിസ്തുവിനോട് കൂടെ അല്ലായിരുന്നു, യേശുവിനോട് കൂടെ അല്ലായിരുന്നു എന്നുള്ള ചിന്തയിലൂടെയാണ്. പക്ഷേ അവന് ക്രിസ്തീയ അനുഭവം ലഭിക്കുകയും ആ അനുഭവത്തിലാണ് അവൻ ജീവിക്കുന്നതും അവൻ പ്രവർത്തിക്കുന്നതും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശിക്ഷഗണം അവനെയും സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളും ക്രിസ്തീയ മൂല്യങ്ങൾ അവ ഏതു വ്യക്തിയിലൂടെ ആയാലും അവരെ നമ്മളും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു ആത്മീയത തന്നെയാണ്. ഒപ്പം തന്നെ അത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾക്ക് എളിമ നിറഞ്ഞ ഹൃദയം വേണം. ആ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കേണ്ടതായിട്ട് ആയിരിക്കുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകിയവനാണ് യേശുനാഥൻ. അങ്ങനെ നിങ്ങളിൽ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം മെച്ചപ്പെട്ട ജീവിതമായി നിത്യജീവനിലേക്ക് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എളിമ നിറഞ്ഞ് ആ നിത്യജീവൻ തരുന്നവനോട് ചേർന്ന് നിൽക്കണം. അവൻ്റെ പഠനങ്ങളോട് ചേർന്ന് നിൽക്കണം. അവൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്നുള്ള ആ വലിയ പഠനം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. എളിമ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ക്രിസ്തു ഇല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. കാരണം എൻ്റെ വിശ്വാസത്തിൻ്റെയും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും മൂല്യഘടകം എന്ന് പറയുന്നത്, തായ്തണ്ട് എന്ന് പറയുന്നത്, അത് ക്രിസ്തുവിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. ക്രിസ്തുവിൽ നിന്നും ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതും വിശുദ്ധ കുർബാനയിലൂടെയാണെന്നുള്ള ആ ഉറച്ച ബോധ്യത്തോടുകൂടി ജീവിച്ച് സ്നേഹപിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രകടമാക്കിക്കൊണ്ട് ഏറ്റുപാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെ ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ യുഗങ്ങൾക്കും മുമ്പു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു രൂപയാൽ ധന്യശരീര
പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു. ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു. വിശ്വസിക്കുന്നേ നീ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിനായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും. അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും ബോഹായിൽ. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റമുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേക വിശുദ്ധ കത്തോലിക്ക അപ്പസ്തോലിക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം പ്രഖ്യാപിക്കുന്നേ. മൃത്യു വരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായികത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച അവിടുന്ന് നമ്മുടെ താഴ്മയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ അജഗണത്തെ നയിക്കുവാൻ നിയുക്തരായ പരിശുദ്ധ പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് പിതാവിനെയും ഇന്ന് നമുക്കായി ദിവ്യബലി അർപ്പിക്കുന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ജോഷിയച്ചനെയും മറ്റെല്ലാ സഭാപാലകരെയും അനുഗ്രഹിക്കണമേ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവജനത്തെ ആഴമാർന്ന വിശ്വാസത്തിലും നീതിബോധത്തിലും നയിക്കുവാൻ കഴിയുന്ന നല്ല ഇടയരാക്കി ഇവരെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിപാലനമായ ദൈവമേ, അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ അവിടുന്ന് നട്ടു വളർത്തിയ മുന്തിരിച്ചെടിയാണല്ലോ യേശുക്രിസ്തു. ഈ മുന്തിരിച്ചെടിയുടെ ശാഖകളായ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിന്ന് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വചനപ്രഘോഷണത്തിൻ്റെയും മധുരമുള്ള മുന്തിരിപ്പഴങ്ങൾ കായ്ക്കുന്ന ശാഖകളായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങളുടെ നാഥനായ ദൈവമേ, എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. മാതാപിതാക്കളും മക്കളും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇടയാക്കണമേ. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾ കുടുംബ പ്രാർത്ഥനയിലൂടെ യഥാർത്ഥ പച്ചപ്പിൻ്റെ
മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, രോഗങ്ങളാലും ഏകാന്തതയിലായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും വേദനിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് ആശ്വാസവും ധൈര്യവുമായി മാറണമേ. തങ്ങളുടെ രോഗാവസ്ഥകളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കുവാനുള്ള കരുത്തും പ്രത്യാശയും ഇവർക്ക് പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കളെയും, ഏറെ പ്രത്യേകിച്ച് വേണ്ടത്ര ഒരുക്കമില്ലാതെ മരണമടഞ്ഞ എല്ലാവരെയും അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അവരുടെ പാപകടങ്ങളെല്ലാം പുറത്ത് അങ്ങേ മഹത്വത്തിലേക്ക് ഇവരെ സ്വീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ ഈ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കൈകളിലേന്തി പുണ്യമാമേ തിരു സന്നിധിയിൽ അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമേ തിരു സന്നിധിയിൽ ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ ഇതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ ഒന്നിതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമേ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ബലിയുടെ ഭക്തിയാദരങ്ങളോടെയുള്ള വിനിമയത്താൽ ഏക പരമോന്നത ദൈവപ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ അന്യുക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, എക്കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പുരാതനമായവ ഉന്മൂലനം ചെയ്യപ്പെടുകയും തകർന്ന പ്രപഞ്ചം നവീകരിക്കപ്പെടുകയും ക്രിസ്തുവിൽ ഞങ്ങൾക്കായി ജീവൻ്റെ സമഗ്രത സമുദ്രിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നുചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മകിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും
അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ
ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോടു കൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവരെ പഴയ ജീവിത ശൈലിയിൽ നിന്നും നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നീ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ.